ആദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ജനപ്രതിനിധികൾക്ക് ഉത്സവ ബത്ത അനുവദിച്ച UDF സർക്കാരിനെ, പ്രത്യേകിച്ച് ശ്രീ VD സതീശിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിയുടെയും നേതൃത്വത്തിലുള്ള തദ്ദേശ വകുപ്പിനും എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും ഓണാശംസകൾ നേരുകയാണ്. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അസോസിയേഷൻ്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റതിന് ശേഷം വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വിവിധ ജനപ്രതിനിധികളിൽ നിന്നും നിരവധിയായ നിവേദനങ്ങളും ആവശ്യങ്ങളും ലഭിക്കുകയുണ്ടായി. അതെല്ലാം ഓരോ സമയങ്ങളിൽ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരെയും കാണുകയും സമയാസമയങ്ങളിൽ അവർക്ക് നിവേദനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആവശ്യമായ ഉത്തരവുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഓണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ജീവനക്കാർക്കാണെങ്കിലും മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കാണെങ്കിലും ഒക്കെ സർക്കാർ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായി ഇത്തവണ ഉത്സവ ബത്തയും ബോണസും ഒക്കെ നൽകിയ വർഷമാണ്. എന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന 25,000-ഓളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ അവരുടെ എല്ലാം അഭ്യർത്ഥന കേട്ട് കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കും നഗരസഭകളിലെ മെമ്പർമാർക്കും ബ്ലോക്ക് പഞ്ചായത്തിലെയും എല്ലാ മെമ്പർമാർക്കും കേരളത്തിലെ ത്രിതല നഗരസഭ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും ഇത്തവണ ഓണത്തിന് ഒരു ചെറിയ തുകയെങ്കിലും ഉത്സവ ബത്ത കൊടുക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജിയെയും അതുപോലെ തന്നെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശിനെയും ഒക്കെ സമീപിക്കുകയുണ്ടായി. അവരന്ന് വളരെ പ്രതീക്ഷയുള്ള മറുപടിയാണ് നമുക്കൊക്കെ നൽകിയത്. പക്ഷേ എങ്കിലും ചില സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. തൊഴിലാളികൾക്ക് നൽകുന്നത് പോലെ നമുക്ക് ഉത്സവ ബത്ത നൽകാൻ കഴിയുമോ? അടുത്ത മാസത്തെ ഓണറേറിയ നമുക്ക് മുൻകൂറായി നൽകാൻ കഴിയുമോ? ഇതൊക്കെ ഒരു കൺഫ്യൂഷനായി നിന്നിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് ഉത്സവ ബത്ത ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന് വലിയ അഭിമാനം ഈ വിഷയത്തിലുണ്ട്. ഒറ്റക്കെട്ടായി അസോസിയേഷൻ രാഷ്ട്രീയത്തിന് അതീതമായി മുന്നോട്ട് പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലെ പ്രതിനിധികൾക്ക്, അത് നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും ആർക്കും ഉത്സവ ബത്ത ലഭിക്കാറില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികൾക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ജനപ്രതിനിധികൾക്ക് ഉത്സവ ബത്ത അനുവദിച്ച UDF സർക്കാരിനെ, പ്രത്യേകിച്ച് ശ്രീ VD സതീശിൻ്റെയും അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിയുടെയും നേതൃത്വത്തിലുള്ള തദ്ദേശ വകുപ്പിനും തദ്ദേശ വകുപ്പ് സെക്രട്ടറി ശ്രീ TV അനുപമ IAS-നും പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യ IAS അവർക്കുമൊക്കെ ഇതുമായി പ്രവർത്തിച്ച KM ഷാജിയുടെ ഓഫീസിലെ പ്രിയമുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് നഗരസഭകളിലെ ജനപ്രതിനിധികൾക്ക് വേണ്ടി കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന് വേണ്ടി ഞാൻ എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും കേരളത്തിലെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ, ജനകീയ വിഷയങ്ങളിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഇനിയും കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനിലെ ഇടപെടൽ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത്തവണത്തെ ഓണം ഗംഭീരമാകട്ടെ, തൃശ്ശൂർക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്തവണത്തെ ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു നിർത്തുന്നു. ജയ് ഹിന്ദ്.